മുദ്ര പദ്ധതിയുടെ പ്രധാന ഘടകമായ പ്രൊഡക്റ്റീവ് അലയൻസ് മുഖേന കർഷക ഉത്പാദക കമ്പനികളും അഗ്രി ബിസിനസ് പങ്കാളികളും തമ്മിലുള്ള സഹകരണത്തിലൂടെ വിപണി കേന്ദ്രീകൃത കൃഷിക്കും കാർഷിക വ്യവസായ വികസനത്തിനും പ്രോത്സാഹനമാവുന്നു. ലോകബാങ്കിന്റെ ധനസഹായത്തോടെയുള്ള കൃഷിവകുപ്പിന്റെ ഈ പദ്ധതിയിൽ സംസ്ഥാനത്ത് 150 ഉൽപ്പാദന സഖ്യങ്ങളാണ് ലക്ഷ്യമിടുന്നത്. ഓരോ അലയൻസിനും പദ്ധതി ചെലവിന്റെ 60% വരെ അല്ലെങ്കിൽ പരമാവധി 2 കോടി രൂപ ഗ്രാന്റ് വകയിരുത്തിയിരിക്കുന്നു. ഈ വീഡിയോയിലൂടെ മാതൃകാപരമായ ഒരു പ്രൊഡക്റ്റീവ് അലയൻസിനുള്ള അടിസ്ഥാന ആവശ്യകതകളെ അവതരിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇതിനായി കർഷക സഹകരണത്തിലൂടെ നേരിട്ട് ലഭ്യമാകുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് അടിത്തറയുറപ്പിച്ച കുറച്ച് കാർഷിക ബിസിനസ് സംരംഭങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. കാർഷിക സമൃദ്ധിയുള്ള ജില്ലയാണ് വയനാട്. ഇവിടെ കാപ്പി പ്രധാന വിളയായും നിരവധി കർഷകരുടെയും അഗ്രി ബിസിനസ് സംരംഭങ്ങളുടെയും പ്രധാന ആശ്രയമായും നിലകൊള്ളുന്നു. മാനന്തവാടിയിൽ നിന്നുള്ള ബയോവിൻ അഗ്രോ റിസർച്ച് വയനാട് ജില്ലയിലെ ആദിവാസി കർഷകരുൾപ്പെടെ 18,000-ലധികം കർഷകരുമായി നേരിട്ട് പ്രവർത്തിക്കുന്നു. പ്രധാനമായും കാപ്പിയും സുഗന്ധവ്യഞ്ജനങ്ങളുമാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ കാർഷിക വ്യാപാര സ്ഥാപനത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയ്ക്കു പുറത്ത്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ വിപണനം ചെയ്യുന്നുണ്ട്. ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കളുടെ ഗുണനിലവാരവും സ്ഥിരമായ ലഭ്യതയും എത്രത്തോളം പ്രധാനമാണെന്ന് കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നു. ബയോവിൻ അഗ്രോ റിസർച്ച് എന്ന് പറയുന്നത് മാനന്തവാടി രൂപതയുടെ സാമൂഹിക സേവന വിഭാഗമായിട്ടുള്ള വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റികളിലൂടെ ആരംഭിച്ചു വന്ന ഒരു സെക്ഷൻ 8 കമ്പനിയാണ്. WSS ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1999 ഈ ഓർഗാനിക് ഫാമിംഗ് തുടങ്ങുന്നത്. 90 ഫാർമേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ തുടക്കത്തിൽ ആരംഭിക്കുമ്പോൾ. അവിടുന്ന് അത് ഇന്നിപ്പോൾ 2026 എത്തുമ്പോഴത്തേക്ക് ഏതാണ്ട് 18,000-ഓളം ഫാർമേഴ്സ് നമുക്കിതിനകത്ത് അംഗങ്ങളായിട്ടുണ്ട്. ഈ 18,000 ഫാർമേഴ്സ് ഉള്ളതിനകത്ത് 3,500-4,000-ഓളം ഫാർമേഴ്സ് ട്രൈബൽ ഫാർമേഴ്സാണ്. നമുക്ക് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചാൽ നമുക്ക് ഒരു വളരെ ചെറിയ രീതിയിലുള്ള കുരുമുളക് മാത്രം പ്രോസസ്സ് ചെയ്യുന്ന ഒരു സംവിധാനം കൊണ്ടൊക്കെ ആരംഭിച്ചതാണ്. ഇപ്പോൾ നമ്മൾ കാപ്പി, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ മേജറായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറ്റ് മസാലകളുടെ, കറിക്കൂട്ട് മസാലകളുടെയൊക്കെ കാര്യങ്ങൾ അത് ചെയ്യുന്നുണ്ട്. സിഗ്ബി എന്നുള്ളൊരു പ്രൊഡക്റ്റ് ബ്രാൻഡ് നെയിമിൽ അത് ഇറക്കുന്നുണ്ട്. 2010-14 കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോഴൊരു 10 ഏക്കർ സ്ഥലത്തായിട്ട് കോഫിയുടെയും മറ്റ് സ്പൈസസിൻ്റെ എല്ലാം ചെയ്യാൻ പറ്റുന്ന, അതിനകത്ത് സ്റ്റീം സ്റ്റെറിലൈസേഷൻ, ഫ്രീസ് ഡ്രൈയിങ് മുതലായ എല്ലാ സംവിധാനങ്ങളോടും കൂടിയിട്ടുള്ള വലിയ യൂണിറ്റുകൾ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നമ്മളുടെ അടുക്കൽ വരുന്ന ബയേഴ്സിന് കൂടുതലായിട്ട് നമ്മുടെ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നൽകുവാനായിട്ട് സാധിക്കും എന്ന് അവർ ഫെസിലിറ്റി ഓഡിറ്റ് നടത്തി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്. സംസ്ഥാനത്ത് കർഷക ഉൽപ്പാദക കമ്പനികൾ രൂപീകരിക്കുന്നത് നിരവധി ലക്ഷ്യങ്ങളോടെയാണ്. അതിൽ പ്രധാനമായൊരു സേവനം കർഷകരിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഏകീകരണം, ആഗ്രിഗേഷൻ നടത്തുകയും അവയ്ക്ക് അനുയോജ്യമായ വിപണികൾ കണ്ടെത്താൻ പിന്തുണ നൽകുകയുമാണ്. കേരളത്തിലെ കാർഷിക വ്യവസായികൾക്ക് ഉൽപ്പാദനത്തിനായി വേണ്ടുന്ന അസംസ്കൃത കാർഷിക ഉൽപ്പന്നങ്ങളുടെ അളവും ഗുണനിലവാരവും വ്യത്യസ്തമാണ്. ABPകളുടെ ഈ ആവശ്യം നിറവേറ്റാൻ FPCക്ക് കഴിയുമെങ്കിൽ അത് FPCകളുടെ ശാക്തീകരണത്തിന് വഴിതെളിക്കും. ബയോവിൻ ആനുവലി നമുക്ക് 3 ഡിപ്പാർട്ട്മെൻറ്റ്സിൽ കോഫി, സ്പൈസസ്, ഫ്രീസ് ഡ്രൈഡ് ഫ്രൂട്ട്സ് എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 32 കൺട്രീസിലേക്ക് ഓൾറെഡി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ കോഫി ഏകദേശം 5,000 മെട്രിക് ടൺ ഒരു വർഷം ചെയ്യുന്നത്, ആനുവൽ കപ്പാസിറ്റി അത്രയും ചെയ്യുന്നുണ്ട്. സ്പൈസസ് 500 മെട്രിക് ടൺ വോളിയം ചെയ്യുന്നുണ്ട്. ഫ്രീസ് ഡ്രൈഡ് ഒരു 5 മെട്രിക് ടൺസും നമ്മളിപ്പോൾ കറൻ്റ്ലി ചെയ്യുന്നുണ്ട്. ഇതിന് വേണ്ടിയുള്ള റോ മെറ്റീരിയൽസ് എല്ലാം തന്നെ വയനാടുള്ള ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനിൽ നിന്ന് നമ്മൾ സോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അത് കൂടാതെ ഇവിടെ അവൈലബിലിറ്റി ഇല്ലാത്ത മെറ്റീരിയൽ നമ്മൾ അതർ ഓർഗനൈസേഷൻസിൽ നിന്ന് നമ്മൾ സോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇനിയും ഇവിടെ സ്കോപ്പ് ഉണ്ട്, നമുക്ക് മെറ്റീരിയൽസ് എക്സ്പോർട്ട് ചെയ്യാനുള്ള മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് നമുക്കിവിടെ അവൈലബിൾ ആവുകയാണെങ്കിൽ നമുക്ക് സോഴ്സ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്, പ്രൊവൈഡഡ് അതിന് നമുക്ക് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ, പെസ്റ്റിസൈഡ് റെസിഡ്യൂസും ഓർഗാനിക് സ്റ്റാൻഡേർഡ്സ് പാസ്സാവുന്ന മെറ്റീരിയൽ കിട്ടുകയാണെങ്കിൽ സോഴ്സ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് ട്രേസബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കണമെന്നും സസ്റ്റൈനബിലിറ്റി അത്തരം കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് എക്സ്പെർട്ടീസ് ഉള്ളതുകൊണ്ട് അത് നമുക്ക് ചെയ്യാനും പറ്റും. FPCകളിൽ നിന്ന് അഗ്രി ബിസിനസ് കമ്പനികളിലേക്കുള്ള വിതരണം അസംസ്കൃതമായോ പ്രാഥമികമായി സംസ്കരിച്ചതോ അല്ലെങ്കിൽ മറ്റു നിർദ്ദിഷ്ടിത രൂപത്തിലോ ആകാം. എന്നാൽ ഏറ്റവും നിർണായകമായ കാര്യം കാർഷിക കമ്പനിയുമായി സുസ്ഥിരമായ ബന്ധം നിലനിർത്തുന്നതിനാവശ്യമായ അളവ് FPCയുടെ കൈവശമുണ്ടായിരിക്കുക എന്നതാണ്. FPCകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീനറീസ് അല്ല വേണ്ടത്. പ്രൈമറി ആയിട്ടുള്ള ക്ലീനിങ് ക്രമീകരണമൊക്കെ ചെയ്യുക, ഗ്രേഡിങ്ങിന് വേണ്ടി വരുന്ന ക്രമീകരണങ്ങൾ ചെയ്യുക, പിന്നെ നല്ല സ്റ്റോറേജ് ഫെസിലിറ്റീസ്, നല്ല പാക്കിംഗ് സംവിധാനങ്ങൾ, പിന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു
ഹാർവെസ്റ്റിങ്ങിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, ഇതൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു പ്രോഡക്റ്റ് അതിൻ്റെ പ്രൈമറി സ്റ്റേജ്, അതൊക്കെ പ്രത്യേകിച്ച് നമുക്കറിയാം പ്രോഡക്റ്റിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഹാർവെസ്റ്റ് മുതൽ അതിൻ്റെ ഫസ്റ്റ് പ്രൈമറി പ്രോസസ്സിങ് ഉണക്കിയെടുക്കുന്ന സമയം വരെയുള്ളതും അതിൻ്റെ സ്റ്റോറേജുമാണ്. അത് സൂക്ഷിച്ച് വെക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് ചെയ്യുവാനായിട്ടും കൂടുതൽ പ്രത്യേകിച്ച് ഓഫ് സീസണിലാണ് ഇതിനൊക്കെ വില വരുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ആ സമയത്തൊക്കെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ മഞ്ഞൾ, ഇഞ്ചി പോലുള്ള സംഭവങ്ങൾക്കൊക്കെയാണ്, മഞ്ഞളിനൊക്കെയാണ് നമുക്കറിയാം പച്ചമഞ്ഞൾ ആണ് അധികം ആൾക്കാർ വിറ്റഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങിയെടുക്കുന്നതിൻ്റെ ഒരു വിഷമതയാണ്. ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള മെഷീനറീസ് സംവിധാനങ്ങളുണ്ട്, നമുക്കത് പുഴുങ്ങി ഉണങ്ങുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത് FPC സ്വന്തമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടും ഒപ്പം അത് ഉണങ്ങിയ സാധനത്തെ പിന്നീട് തന്നെ പോളിഷ് ചെയ്ത് അതിന് ശേഷം അതിനെ ക്രാക്ക് ചെയ്ത് പൗഡർ ചെയ്ത് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്ത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് ബയോവിൻ പോലുള്ള സംവിധാനങ്ങൾ ചെയ്യുമ്പോൾ ഇത് രണ്ട് കൂട്ടരും തമ്മിലുള്ള, ഒരു കൂട്ടരില്ലാതെ മറ്റൊരു കൂട്ടർക്ക് പോകാൻ പറ്റാത്ത, ഒരു കൂട്ടരോട് മറ്റേ കൂട്ടർ അത്രമാത്രം ചേർന്ന് നിൽക്കുന്നൊരു സംവിധാനമായിട്ട് വരും. തീർച്ചയായിട്ടും കേര പ്രോജക്റ്റ് മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു സംവിധാനം, സബ്സിഡൈസ്ഡുള്ള ഈ സംവിധാനം തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഒരു കാർഷിക വ്യാവസായിക മേഖലയെ ഒരുപോലെ കോർത്തിണക്കുവാൻ പറ്റുന്ന ഒരു ലിങ്കായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, പ്രൊഡക്ഷൻ എന്താണ്, എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് അറിയാതെ, അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുക, പലപ്പോഴും വിൽപ്പനയ്ക്കൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇപ്പുറത്ത് അതിനുള്ള അഷ്വറായിട്ടുള്ളൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സിങ് യൂണിറ്റും അതുവഴിയായിട്ടുള്ള ഒരു വിപണന മേഖലയും ഓപ്പൺ ചെയ്യുന്ന ഒരു സാധ്യത. അപ്പം മാർക്കറ്റിന് ആവശ്യമുള്ള പ്രൊഡക്റ്റ് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഗുണനിലവാരങ്ങളൊക്കെ ഉറപ്പുവരുത്തി വിൽപ്പനയ്ക്കുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ലിങ്കാണ് ശരിക്കും പറഞ്ഞാൽ കേര പ്രോജക്റ്റ് വിഭാവനം ചെയ്യുന്നത്. വയനാട്ടിൽ നിന്നുള്ള ഒരു അഗ്രി ബിസിനസ് സ്ഥാപനത്തിന്റെ ഉദാഹരണം മാത്രമാണിത്. ഇതുപോലെ കാർഷിക അസംസ്കൃത വസ്തുക്കൾ ആവശ്യമുള്ള വിവിധയിടങ്ങളിൽ നിന്നുള്ള ABPകൾക്ക് അനുയോജ്യമായ പങ്കാളികളാകാൻ കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ FPCകൾക്ക് സാധിക്കും. അതിലൂടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിൽ വലിയ പിന്തുണ ലഭിക്കുന്നു. വരും വർഷങ്ങളിൽ അത്തരം ഫലപ്രദമായ സഖ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേര പദ്ധതി ലക്ഷ്യമിടുന്നു.